എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രേതത്തിന് പേടിയുണ്ട്? എത്ര പേർക്ക് പ്രേതത്തിനെയൊക്കെ വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് ഈ പ്രേതത്തിനൊന്നും വിശ്വാസമില്ല. പക്ഷേ ഇതുപോലുള്ള കഥകളൊക്കെ കാണാനും വായിക്കാനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നതും രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയും രാത്രി സമയങ്ങളിൽ പുറത്തു പോവുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രേതത്തിനെയും അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസിനെയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണല്ലേ. അങ്ങനെ കാണാൻ പറ്റിയ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രേതം നമ്മളുടെ മുമ്പിൽ നേരിട്ട് വന്നു കഴിഞ്ഞാലുള്ളൊരവസ്ഥ എന്തായിരിക്കും? നമ്മൾ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യുന്നത്? സ്വപ്നത്തിൽ ഒരു പ്രേതത്തിനെ കാണുമ്പോൾ പോലും നമുക്കത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ഉറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസൊക്കെ കണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്കങ്ങനെ സ്വപ്നങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ അറിയാതൊരു പേടി വരാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ വലുതാകുന്നതിനനുസരിച്ചാണ് ആ പേടിയൊക്കെ എനിക്ക് മാറി തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും ആ ഒരു പേടി ഉള്ളിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രേതത്തിനെ കാണാൻ നമുക്ക് പറ്റാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ ഡ്രാമയിൽ നമ്മളെ മെയിൻ ലീഡായ ഈ പയ്യന് പ്രേതത്തെ കാണാനുള്ള ശക്തിയുണ്ട്. അവന് പ്രേതങ്ങളെ കാണാൻ കഴിയും. അത് കാരണം അവൻ്റെ ലൈഫിൽ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ പാർട്ട്ണറായ ഈ പയ്യനാണ് പല സമയങ്ങളിലും പ്രേതത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്നത്. ഈ പയ്യൻ്റെ സാന്നിധ്യം അവൻ്റെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ പ്രേതങ്ങൾ ഒന്നും ചെയ്യില്ല. കാരണം ഈ പയ്യന് പ്രേതത്തിന് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇവന് ആ സമയത്ത് ഈ പ്രേതങ്ങളൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെയായിരിക്കും നടക്കുന്നത്, പ്രേതത്തിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പലതവണ പ്രേതം അവനെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ ഇവനാണ് അവനെ രക്ഷിക്കുന്നതും ആ സമയത്ത് അവനുണ്ടാവുന്ന ആൻസൈറ്റിയിൽ നിന്നും അവനെ കാം ഡൗൺ ആക്കുന്നതുമൊക്കെ ഇവനാണ്. എൻ്റെ ഈ പാർട്ട്ണർ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രേതങ്ങൾക്ക് അവൻ്റെ അടുത്ത് വരാനായിട്ട് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെയായിരിക്കും നടക്കുന്നത്. ഇവന് പല അപകടങ്ങളും വരുമ്പോൾ ആ പാർട്ട്ണറാണ് അവനെ രക്ഷിക്കുന്നത്. അതുപോലെ അവൻ്റെ പാർട്ട്ണർ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ഈ പയ്യനും അവനെ രക്ഷിക്കാറുണ്ട്. അങ്ങനെ പരസ്പരം സപ്പോർട്ട് കൂടിയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇതൊരു ഓൺഗോയിങ് ഡ്രാമയാണ്. ഒരു 6 എപ്പിസോഡ് ഇതുവരെ ആയിട്ടുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഹൊറർ സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം കാണുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൊച്ചു കുട്ടികളൊക്കെ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു BL ഡ്രാമയാണ്. അപ്പോൾ പ്രേതത്തിനെയൊക്കെ പേടിയുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇത് കാണുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രേതം അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ പവർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഡ്രാമ കാണുക. അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയായിരിക്കും. ഒരു പ്രേതം മാത്രം ഇവനെ നിരന്തരം ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ആ പ്രേതം കാരണം ഇവൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവനെ ഹാലുസിനേറ്റ് ചെയ്ത് ആ പ്രേതത്തിൻ്റെ നിയന്ത്രണത്തിലാക്കി ഇവനെ പലതവണ മരണപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവൻ്റെ പാർട്ട്ണർ അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രേതത്തെ ഒരിക്കലും നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു ഇട വരാതിരിക്കട്ടെ. എൻ്റെ വിശ്വാസത്തിൽ പ്രേതം അങ്ങനെയുള്ള ശക്തിയൊന്നുമില്ല എന്ന് തന്നെയാണ്. പലവരും എൻ്റെ അടുത്ത് പ്രേതത്തിനെ കണ്ട അനുഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളത് അത് നമ്മളുടെ തോന്നൽ മാത്രമാണ് എന്നാണ്. കാരണം ഈ കഥ പറയുന്നവരാരും ആ പ്രേതത്തിൻ്റെ മുഖത്തെ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിശ്വസിക്കുന്നുമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.